പ്രത്യക്ഷീകരണത്തിന് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയോട് മാപ്പ് ചോദിക്കുകയാണ് സാക്ഷ്യം പറയാൻ വൈകിയതിന്. എൻ്റെ പേര് ലിനി നോയൽ. ഇതെൻ്റെ ഹസ്ബൻഡ് നോയൽ മോറിസ്. എൻ്റെ മക്കൾ സിയോണ, നിയോറ. ഞാൻ 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായി 7 വർഷം കഴിഞ്ഞിട്ടും രണ്ടാമത്തെ കുഞ്ഞ് ആവണില്ലായിരുന്നു. എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങി രണ്ടാമത്തെ ആവാത്തതിനെ പറ്റി. അപ്പോഴും എനിക്ക് ആദ്യമൊന്നും അധികം മൈൻഡില്ലായിരുന്നു. പിന്നെ എല്ലാവരും ചോദിക്കണതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും അതൊരു നിയോഗമായിട്ട് വെച്ചില്ലായിരുന്നു. ദൈവം അപ്പോൾ എല്ലാവരും ഡോക്ടറിനെ കാണാൻ പാടില്ലേ, ഇത്രയും നാളായിട്ടോ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെ ദൈവത്തിന് തരാമെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിനെ ദൈവം തരും എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. അങ്ങനെ ഞാൻ എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ ഉടമ്പടിയിലൊരു നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി പത്രം വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് പിറ്റേന്ന് പത്രം എല്ലാ വീട് തോറും കയറി ഇറങ്ങി കൊടുത്ത് ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ ആദ്യം ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പ്രഗ്നൻ്റായി ഭയങ്കര ഹൈ ഷുഗറൊക്കെ ആയിരുന്നു എനിക്ക്. ഷുഗറിൻ്റെ ഡോക്ടറിനെ കണ്ട് 1 മാസത്തോളം. അപ്പോൾ ഉടമ്പടി തൈലമൊക്കെ എന്നും പുരട്ടി പ്രാർത്ഥിക്കും. എപ്പോഴും ഉടമ്പടി പ്രാർത്ഥനയിൽ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. 1 മാസം കൊണ്ട് തന്നെ എൻ്റെ ഷുഗർ നോർമലാക്കി. ദൈവം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച്. അങ്ങനെ 2.5 മാസമായപ്പോൾ തന്നെ കുഞ്ഞിന് എനിക്ക് ആദ്യത്തെ ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരുന്നു. സ്റ്റിച്ചിട്ടത് കൊണ്ട് രണ്ടാമത്തതും 2.5 മാസമായപ്പോൾ സ്റ്റിച്ചിടണമെന്ന് ഡോക്ടർ പറഞ്ഞ്. അതുപോലെ തന്നെ ഫുള്ള് ബെഡ് റെസ്റ്റായി. അങ്ങനെ ബെഡ് റെസ്റ്റിലേക്ക് പോയപ്പോൾ എനിക്ക് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവാണ് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോയത്. ഉടമ്പടിയിൽ ഭർത്താവിന് ഒരുപാട് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടായി. അത് ഭർത്താവ് തന്നെ പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് നോയൽ. ഞാൻ 2023 ആണ് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി ബെഡ് റെസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ എൻ്റെ അമ്മച്ചി ഒരു കിടപ്പ് രോഗിയായിരുന്നു. അപ്പോൾ അമ്മച്ചീനെ ശുശ്രൂഷിച്ചിട്ടിരുന്നത് എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ജീവിത പങ്കാളി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ബെഡ് റെസ്റ്റ് വന്നപ്പോഴേക്കും അതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യേണ്ടി വന്നു. എൻ്റെ മൂത്ത മകളെ സ്കൂളിൽ വിടുന്നതിനും പ്രഗ്നൻ്റായ വൈഫിനെ നോക്കേണ്ടി എനിക്ക് വന്നു. അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് കൃപ നൽകിയത് ഉടമ്പടി വഴിയാണ്. ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തത്. പിന്നെ ജോലിയൊക്കെ പലതും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു സാഹചര്യങ്ങൾ കാരണം. അപ്പോൾ ഞാൻ ഒരു മത്സ്യബന്ധനത്തിന് കുറച്ച് നാൾ പോയി. എനിക്ക് പരിചയമില്ലാത്ത ഫീൽഡായിരുന്നു. അപ്പോൾ കടലിൽ പോയപ്പോൾ പെട്ടെന്നൊരു ശക്തമായ കാറ്റ് വീശുകയും ഞങ്ങളെല്ലാം പരിഭ്രാന്തരാകുകയും ചെയ്തു. അതായത് അതിഭയങ്കരമായ കാറ്റായിരുന്നു. അത് കാഴ്ച പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റായിരുന്നു. അങ്ങനെ മുതിർന്നവർ വരെ ഭയപ്പെട്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആകെ ബുദ്ധിമുട്ടിലാകും, വെള്ളം മറിഞ്ഞു പോയാൽ ഞങ്ങൾ മരിച്ചു പോയേക്കുമെന്ന് വരെ ഭയം തോന്നി. അങ്ങനെ ഞാൻ എപ്പോഴും ഉടമ്പടി ഉപ്പ് പോകരി കരുതുമായിരുന്നു. അത് ഞാൻ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇച്ചിരി ധൈര്യം വരാൻ തുടങ്ങി. മാതാവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിന്നെ സുരക്ഷിതമായി എത്തിക്കുമെന്നുള്ള സന്ദേശം എനിക്ക് കിട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാറ്റ് ചെറുതായിട്ട് കുറഞ്ഞു. മുമ്പിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പ്രതീക്ഷ വന്നു, ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ കിട്ടി. അങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പൂർണ്ണമായിട്ടും കാറ്റ് മാറിപ്പോയി. അങ്ങനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ദൈവം ഞങ്ങളെ എത്തിച്ചേർത്തു. പിന്നെ എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടണില്ലായിരുന്നു. LKG തൊട്ട് പഠിച്ചാൽ മാത്രമേ ആ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്ന് അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ സ്കൂളിൽ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ സ്കൂളിൽ നിന്ന് കോൾ വന്നു, നിങ്ങൾക്ക് കൊച്ചിന് റെഡി ആയിട്ടുണ്ട് അഡ്മിഷൻ
വരാൻ പറഞ്ഞു. അങ്ങനെ അത് ഞങ്ങൾക്ക് സഹായിച്ചു തന്നു. പിന്നെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ ഞങ്ങളുടെ കുറച്ച് സ്ഥലം വിറ്റ് പോകണമെന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ആൾ വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം വേണം. അങ്ങനെ അത് അദ്ദേഹത്തിന് കൊടുത്ത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിത്തന്ന്. പിന്നെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഈ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര നാണമായിരുന്നു. ആളുകളെന്ത് വിചാരിക്കുമെന്നൊക്കെ ഓർത്തുള്ള ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിലായപ്പോൾ ഞങ്ങൾ ഭയങ്കര അഭിമാനത്തോടെയാണ് പത്രം ആളുകൾക്ക് പറഞ്ഞ് ഈശോയെയും പരിശുദ്ധമ്മയെയും കുറിച്ചും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുകയും അപ്പോൾ അവർ തന്നെയോട് പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതത്തിൽ ഞങ്ങളെല്ലാവരും കൂടിയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഞങ്ങളുടെ മക്കൾ തന്നെ ഞങ്ങളുടെ മുൻകൈ എടുത്ത് വരും. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് ചൊല്ലുന്നത്. പിന്നെ പള്ളിയിലൊക്കെ പോകാനൊക്കെ മടിയായിരുന്നു. ഇപ്പോൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു. കുടുംബ പ്രാർത്ഥന 7 മണിയുടെ സമയമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും വന്നിരുന്ന് അപ്പോൾ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ടേ അടുത്ത കാര്യം ചെയ്യുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ നടത്തില്ല. അങ്ങനെ പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എൻ്റെ വീട്ടിലെപ്പോഴും ഒരു ചേട്ടൻ വരും. അപ്പോൾ ചേട്ടന് ഭക്ഷണം കൊടുക്കും ഞങ്ങൾ. അപ്പോൾ അവിടെ പാവപ്പെട്ട ഒരു ചേട്ടനാണ്. അപ്പോൾ ഭക്ഷണമില്ലെങ്കിൽ പോലും എൻ്റെ ജീവിത പങ്കാളി അത് ഇണക്കി കൊടുക്കും. പിന്നെ വസ്ത്രമില്ലാത്തവർക്കൊക്കെ വസ്ത്രമൊക്കെ കൊടുത്ത് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാതാവ് വഴി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു ഞാൻ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 94:18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാല് വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ലിനി നോയൽ ചെല്ലാനം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ചുറ്റുമുള്ളവരുടെ നിരവധിയായ ചോദ്യങ്ങളായിരുന്നു. രണ്ടാമതൊരു മക്കളില്ലാത്തത്. എന്നാൽ 7 വർഷത്തിന് ശേഷം പരിശുദ്ധ അമ്മയിലൂടെ ഇവർക്കൊരു മകളെ നൽകി അമ്മ അനുഗ്രഹിക്കുകയാണ്. കാരണം ഉടമ്പടിയിലായിരിക്കുമ്പോഴാണെങ്കിലും ഈ മകള് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു, രണ്ടാമതും ഒരു കുഞ്ഞിനെ നൽകുമെന്നുള്ളത്. അത് ഉടമ്പടിയോട് ചേർന്നപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമായിട്ട് മാറുകയാണ്. കാരണം രണ്ടാമത്തെ പുതുക്കലിന് ശേഷമാണ് ഈ ഒരു സന്തോഷ വാർത്ത തന്നെ തനിക്കുണ്ടാവുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ലിനി നോയലിൻ്റെ കുടുംബത്തിന് ഉണ്ട്. കാരണം പ്രസവത്തിന് ശേഷമാണെങ്കിലും ബെഡ് റെസ്റ്റൊക്കെ വന്ന സമയത്ത് ആ കുടുംബത്തിലെ അമ്മയും ലിനിയൊക്കെ ബെഡ് റെസ്റ്റ് ആകുമ്പോൾ നോയൽ എന്ന ചേട്ടൻ തന്നെയായിരുന്നു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തേണ്ടി വന്നത്. അത് ഉടമ്പടിയോട് ചേർന്നപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചത് ഭാര്യയ്ക്ക് ഉടമ്പടിയിൽ മുടക്കമിങ്ങനെ വന്നപ്പോൾ താൻ തന്നെ ഉടമ്പടി എടുക്കാനും ഉടമ്പടി ജീവിക്കാനുള്ള തീരുമാനം തന്നെയാണ് മുമ്പോട്ട് പോകുവാനായിട്ടൊക്കെ ഇവരെ സഹായിക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണമുണ്ടായിരുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിൽ മുമ്പോട്ട് പോകുമ്പോൾ, കടലിൽ പരിചയമില്ലാത്ത ജോലിക്ക് പോകുമ്പോഴും അത് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർന്ന് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ഉറച്ച് ചൊല്ലിൻ്റെ പ്രാർത്ഥന ഫലം തന്നെയാണ് ഇവർക്ക് ഈ കുടുംബത്തിന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഒരു വലിയ സാക്ഷിയാകുവാനായിട്ട് സാധിക്കുക ചെയ്തത്. നിരവധിയായ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം തന്നെയാണ് ഈ കുടുംബത്തെ അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷിയായിട്ട് മാറ്റുക. ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇവരെ ഇനിയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്നും നമുക്കും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രിയ
പ്രേക്ഷിതരാകുക.